നമസ്കാരം. സന്ധ്യാദീപത്തിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖ വിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദേവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം ഇരുൾ നീങ്ങിയുണരുന്ന തെളിനാളദീപം പ്രണവാമൃതം ചൊരിയുന്ന ദീപം 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 ഭഗവത്ഗീതയിൽ പറയുന്ന 2 സംസ്കാരങ്ങളെക്കുറിച്ചാണ് ഇന്നലെ പറഞ്ഞു നിർത്തിയത്. ഇന്ന് ആസുര സംസ്കാരമുള്ളവരുടെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചാണ് പറയുന്നത്. ഇല്ലാത്ത ഗുണങ്ങൾ ഉണ്ടെന്ന് നടിക്കുന്നതും ഹുങ്കും അഭിമാനവും ക്രോധവും ആസുരിക സ്വഭാവമുള്ളവരുടെ പ്രത്യേകതകളാണ്. കാഠിന്യവും അവിവേകവും ആസുരിക ഭാവങ്ങളാണ്. ആസുര സംസ്കാരമുള്ളവർ ധർമ്മത്തിലുള്ള പ്രവൃത്തിയും അധർമ്മത്തിൽ നിന്നുള്ള നിവൃത്തിയും വേർതിരിച്ചറിയുന്നില്ല. അവരുടെ അഭിപ്രായത്തിൽ ലോകത്തിലുള്ള ജീവികളുടെ ഏക കാരണം സ്ത്രീ പുരുഷന്മാരുടെ കാമവികാരം കൊണ്ടുള്ള ചേർച്ച മാത്രമാണെന്നാണ്. അവർ ഈശ്വരനെ മാനിക്കുന്നില്ല. അവനവനെ തന്നെ എല്ലാത്തിൻ്റെയും നാഥനായും എന്തിനും സമർത്ഥനായും എല്ലാം നേടിയവനായും ബലവാനായും സുഖിയായും ധനികനായും കുലീനനായും ഒന്നാമനായും കണക്കാക്കുന്നു. കാമോപഭോഗമാണ് അവരുടെ ജീവിതത്തിൻ്റെ പരമലക്ഷ്യം. ലോകം തന്നെയാണ് എല്ലാം എന്ന് കരുതുന്ന ആസുര സംസ്കാരമുള്ളവർ നൂറുകണക്കിന് ആശാപാശങ്ങളാൽ കെട്ടപ്പെട്ട് അന്യായമായി പണം സമ്പാദിക്കാൻ വെമ്പൽ കൊള്ളുന്നു. ഭോഗേച്ഛയുടെ അസംഖ്യം വേവലാതികൾ ആസുര സംസ്കാരക്കാരെ സദാ വേട്ടയാടിക്കൊണ്ടിരിക്കും. സ്വദേഹത്തിലും മറ്റുള്ളവരുടെ ദേഹത്തിലും കുടികൊള്ളുന്ന ഭഗവാനിൽ ദ്വേഷിക്കുന്ന ഇവർ സ്വന്തം മൂഢത മൂലം ജന്മം തോറും ആസുര സംസ്കാരത്തെ തന്നെ പ്രാപിച്ച് അവസാനം അധമഗതി അടയുന്നു എന്നാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. വിശ്വായ വിശ്വരൂപായ നമോ നമഃ നിത്യമനാദിഗൃഹസ്ഥായ തേ നമോ നിത്യായ സത്യായ ശുദ്ധായ തേ നമഃ ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമഃ വിശ്വേശനാം നിന്തിരുമടിതാനല്ലോ വിശ്വോദ്ഭവസ്ഥിതി സംഹാരകാരണൻ സന്തതം ജംഗമാജംഗമഭൂതങ്ങൾ അന്തർബഹിർവ്യാപ്തനാകുന്നതും ഭവാൻ. അടുത്തതായി രാമായണ ദർശനം. അഭയം നൽകിയ ശ്രീരാമനെ വിഭീഷണൻ സ്തുതിക്കുന്ന ഭാഗമാണ് നമ്മൾ രാമായണ ദർശനത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഐശ്വര്യം, യശസ്, ധർമ്മം, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം എന്നീ 6 ഗുണങ്ങളും ഒത്തുചേർന്ന ശ്രീരാമദേവനെ വീണ്ടും വീണ്ടും നമസ്കരിക്കുകയാണ് വിഭീഷണൻ. നിത്യനും ശുദ്ധനും സത്യനുമായ ശ്രീരാമനെ സുന്ദര പദാവലികൾ കൊണ്ട് സ്തുതിക്കുന്ന സന്ദർഭമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്.
ഹൃദ്യസുന്ദര പദാവലികളോടുകൂടി വിഭീഷണൻ ചെയ്യുന്ന ശ്രീരാമസ്തുതിയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. പല പ്രകാരം ധർമ്മ സംരക്ഷണാർത്ഥമുള്ള വ്യവഹാരതലത്തെയും അതോടൊപ്പം പാരമാർത്ഥിക തലത്തെയും ഒന്നിച്ച് എടുത്തുകൊണ്ട് ശ്രീരാമനെ പല പദങ്ങൾ പ്രയോഗിച്ച് സ്തുതിച്ചു. തുടരുകയാണ്. വിശ്വായ വിശ്വരൂപായ നമോ നമോ, നിത്യമനാദിഗൃഹസ്ഥായ തേ നമോ, നിത്യായ സത്യായ ശുദ്ധായ തേ നമഃ. ഭക്തപ്രിയായ ഭഗവതേ രാമായ, മുക്തിപ്രദായ മുകുന്ദായ തേ നമഃ. വിശ്വേശനാം നിന്തിരുവടിതാനല്ലോ, വിശ്വോദ്ഭവസ്ഥിതി സംഹാരകാരണൻ. സന്തതം ജംഗമാജംഗമഭൂതങ്ങൾ അന്തർബഹിർവ്യാപ്തനാകുന്നതും ഭവൻ, നിന്മഹാമായയാ മൂടിക്കിടക്കുമാ നിർമ്മലമാം പരബ്രഹ്മമജ്ഞാനിനാം. വിശ്വോദ്ഭവസ്ഥിതി സംഹാരഹേതവേ നമഃ. സമസ്ത പ്രപഞ്ചത്തിൻ്റെയും ഉദ്ഭവത്തിനും സ്ഥിതിക്കും സംഹാരത്തിനും ഏകഹേതുവായവനാരോ അങ്ങനെയുള്ളവന് നമസ്കാരം. വിശ്വായ വിശ്വരൂപായ നമോ നമ, നമോ നമ, വീണ്ടും വീണ്ടും നമസ്കാരം. ഈശ്വരൻ്റെ മഹിമാതിശയങ്ങൾ ബോധിക്കുമ്പോൾ പിന്നെ സ്തുതിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല. എത്ര നമസ്കരിച്ചിട്ടും മതി വരുന്നുമില്ല. അതാണ് നമോ നമ എന്ന് ആവർത്തിച്ച് പറയുന്നത്. വിശ്വനാണ്, വിശ്വരൂപനുമാണ്. ഇപ്പോൾ വാസ്തവത്തിൽ അരൂപനായിരിക്കുന്ന ഭഗവാൻ മായായുക്തനായി വിശ്വരൂപനുമാണ്. ഈ വിശ്വം മുഴുവൻ ഭഗവത് രൂപമാണ്. ലോകം മുഴുവൻ വ്യാപിച്ച കണ്ണുകളോടും കൈകളോടും കാലുകളോടും ചേർന്നവൻ. വിശ്വം തന്നെ ആരുടെ രൂപമോ അങ്ങനെയുള്ളവൻ. അങ്ങനെ വിശ്വരൂപനായിക്കൊണ്ട് നമസ്കാരം. നിത്യം അനാദിഗൃഹസ്ഥായ തേ നമഃ. അനാദിഗൃഹസ്ഥൻ, സാമാന്യ ഗൃഹസ്ഥനല്ല. ഏതാണ് ഗൃഹം? ഈ വിശ്വം മുഴുവൻ അവിടുത്തെ ഗൃഹമാണ്. ഈ ലോകം മുഴുവൻ അവിടുത്തെ കുടുംബമാണ്. ഇതിനോ ഒട്ടാദിയുമില്ല. ആദിയില്ലാത്തത് അനാദി. അപ്പം അനാദിയായിരിക്കുന്ന ഗൃഹനാഥൻ, ഈ പ്രപഞ്ചമാകുന്ന ഗൃഹത്തിൻ്റെ മൊത്തം നാഥൻ, അങ്ങനെയുള്ളവനായിക്കൊണ്ട് നമസ്കാരം. ഈ ഒരു ഭാഷയും ആശയവും അധ്യാത്മരാമായണത്തിൽ ഇതിനു മുമ്പും വന്നതാണ്. മുമ്പ് വാൽമീകി സ്തുതിയിൽ, വാൽമീകി ചെയ്ത ശ്രീരാമസ്തുതിയിൽ ഗൃഹസ്ഥനാണെന്ന് സ്വയം വിശേഷിപ്പിച്ചത് ഏറ്റവും ഉത്തമമായി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ലോകമാകുന്ന മഹാഗൃഹത്തിൻ്റെ നാഥനാണല്ലോ അങ്ങന്ന് എന്ന് സ്തുതിക്കുകയുണ്ടായിട്ടുണ്ട്. അതുതന്നെയാണ് ഇവിടെ പനാദി ഗൃഹസ്ഥനായിക്കൊണ്ട് നമസ്കാരം. നിത്യായ സത്യായ ശുദ്ധായ തേ നമഃ. നിത്യനും സത്യസ്വരൂപനും ശുദ്ധനുമായിക്കൊണ്ട് നമസ്കാരം. നിത്യൻ, നാശരഹിതൻ. ആവിർഭവിച്ചതിനൊക്കെ നാശമുണ്ട്, ജനിച്ചതിനൊക്കെ മരണമുണ്ട്. ഉദ്ഭവനാശങ്ങളില്ലാത്തവനാരോ? കേവലമായ ഉണ്മ സ്വരൂപമായവൻ, കേവലമായ അസ്തിത്വം മാത്രമായവൻ ആണ് നിത്യശബ്ദം കൊണ്ട് പറയുന്നത്. അതേ തത്വത്തെ വീണ്ടും പദാന്തരം കൊണ്ട് പറയുകയാണ് സത്യായ നമഃ. ഉണ്മയുടെ, സത്തിൻ്റെ ഭാവം. സത്തെന്നാൽ കാലാതീതമായി നിലകൊള്ളുന്നത്, ഉള്ളതെന്തോ അത്. ഇപ്പോൾ സർവപ്രപഞ്ചത്തെ സംബന്ധിച്ചും ഈ പ്രപഞ്ചത്തിലുള്ള ഘടകങ്ങളെ സംബന്ധിച്ചും നമ്മൾ ഉണ്ട് എന്ന് പറയാറുണ്ട്. ഞാനുണ്ട്, നീയുണ്ട്, അതുണ്ട്, ഇതുണ്ട് എന്നല്ല. അങ്ങനെ ഉണ്ടെന്ന് പറയപ്പെടുന്നതിൻ്റെ മുഴുവൻ അടിസ്ഥാനമായിരിക്കുന്ന ഉണ്മയെന്ത്? അത് നാശരഹിതമായ ഉണ്മയാണ്. അത് സൂചിപ്പിക്കാനാണ് സത്യശബ്ദം പ്രയോഗിക്കുന്നത്. സത്യസ്യ സത്യം എന്നൊക്കെ ശ്രുതി തന്നെ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നുണ്ട്.
അതിനെ തന്നെ വീണ്ടും വിശേഷിപ്പിക്കുന്നു ശുദ്ധം, ശുദ്ധായ നമഃ, മാലിന്യലേശമില്ലാത്തത്, അവിദ്യാദി ദോഷരഹിതമായത്, അജ്ഞാനം കാരണമായിട്ടുള്ള യാതൊരുവിധ മലിനതകളുമില്ലാത്തത്, കേവല സ്വരൂപമായത് എന്നൊക്കെ ശുദ്ധശബ്ദത്തിനർത്ഥം പറയാം. അതേസമയത്ത് ഭക്തപ്രിയായ ഭഗവതേ രാമായ മുക്തിപ്രദായ മുകുന്ദായ തേ നമഃ. അപ്പോൾ പാരമാർത്ഥികമായി നിത്യനാണ്, സത്യനാണ്, ശുദ്ധനാണ്. അതേസമയത്ത് മായായുക്തമായി ഈ ജഗത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെ ചെയ്യുന്ന ഈശ്വരീയമായ തലത്തിൽ ഭക്തപ്രിയനാണ് ഭഗവാൻ. ഭക്തനെ അങ്ങേയറ്റം പ്രിയമായി കാണുന്നവൻ, ഭക്തന് ഏറ്റവും പ്രിയം ആരോടോ അങ്ങനെയുള്ളവൻ, രണ്ടർത്ഥത്തിലും പറയാം. അപ്പം ഭക്തനെ പ്രിയമായി കാണുന്നവനെന്നും ഭക്തർ മുഴുവൻ ആരെ പ്രിയമായി കാണുന്നു എന്നോ രണ്ട് രീതിയിൽ അർത്ഥം പറയാം. അങ്ങനെയുള്ള ഭക്തപ്രിയനാണ് ഭഗവാനാണ്. ഭഗവാൻ എന്ന് പറയുമ്പോൾ ഭഗമാർക്കുണ്ടോ അയാളാണ് ഭഗവാൻ, അവൾ ഭഗവതി. ഭഗമെന്നാൽ സമഗ്രമായ ഐശ്വര്യം, ധർമ്മം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഈ 6 മഹിമകൾ സദാ ചേർന്നിരിക്കുമ്പോൾ അതിന് പറയുന്ന പേരാണ് ഭഗം. ഭഗം ആർക്കുണ്ടോ അവൻ ഭഗവാൻ. അപ്പോൾ ഐശ്വര്യാദി ഷഡ്ഗുണങ്ങൾ പൂർണ്ണമായി നിലനിൽക്കുന്നവനാരോ അങ്ങനെയുള്ളവനായിക്കൊണ്ട് നമസ്കാരം രാമായ, അങ്ങനെയുള്ളവനാണ് രാമൻ, രാമനായിക്കൊണ്ട് നമസ്കാരം എന്ന് പറഞ്ഞ് സ്തുതി തുടരുകയാണ്. നമുക്ക് ക്രമമായി ശ്രദ്ധിക്കാം. അടുത്തതായി ദീപാരാധനയാണ്. ക്ഷേത്രസന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം.